അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. നിസ്കാരത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട നിസ്കാരക്കാരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ. ഒരു മനുഷ്യന്റെ സർവ്വ നന്മകൾക്കുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം നിസ്കാരം എന്നുള്ളതാണ്. നന്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൽ മാത്രമല്ല, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും ഒരു നന്മ എന്ന നിലക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുമ്പോൾ ഒരു നന്മ നമ്മൾ സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹ് വിരോധിച്ചത് ഒഴിവാക്കലും ഒരു നന്മയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അങ്ങനെ വരുന്നിടത്ത് നിസ്കാരത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിസ്കാരമുള്ളവനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദീനിൽ കാണപ്പെടുന്നത് നിസ്കാരമുള്ളവന് തിന്മ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിസ്കരിക്കുന്നവർ പലരും ഇന്ന് തിന്മ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, നിസ്കരിക്കുന്ന പലരാലും ഇന്ന് ഇവിടെ തിന്മ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. നമ്മളിലും നിസ്കാരമൊക്കെ ഉണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ നിസ്കാരം നമ്മെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇതാണ് അതിന്റെ മറുപടി. നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും സ്വാധീനത്തിലായി എത്തുന്നുള്ളൂ. നമ്മുടെ തിന്മകളെ തടയാൻ നിസ്കാരം കൊണ്ട് കഴിയും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില നിർദ്ദേശങ്ങൾ ചരിത്രത്തിൽ വളരെ ചർച്ചയാണ്. മഹാനവറുകൾ ഇസ്ലാമിക ഭരണ സാരഥ്യം ഏറ്റെടുത്തിരിക്കുമ്പോൾ, ഖലീഫ പദവിയിലിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഭരണം എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ജനങ്ങൾക്ക് മഹാനവറുകൾ കത്തെഴുതിയിരുന്നു. ആ നാടുകളിൽ മഹാനവറുകളുടെ ഉദ്യോഗസ്ഥരാൽ ആ കത്തിൽ എഴുതിയ കാര്യം നടപ്പാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയ കത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ കേട്ടോളൂ. മഹാനവറുകൾ എഴുതിയ കത്തുകൾ: ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ്. ജനങ്ങളെ, എന്റെ ഭരണത്തെ അംഗീകരിക്കുന്ന ആളുകളെ, എന്റെ ഉദ്യോഗസ്ഥരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അതിപ്രധാനമായും ഉദ്ദേശിക്കുന്നതും നിങ്ങളുടെ അടുക്കൽ ഞാൻ വളരെ പരിഗണിക്കുന്നതുമായ കാര്യം, എന്റെ അടുക്കൽ നിങ്ങൾ നിസ്കാരമുള്ളവരാണോ എന്ന ഒരു പരിഗണന ഉണ്ട് എന്ന് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊരു ആത്മീയമായ ഒരു നേതൃത്വവും കൂടിയാണ് മഹാനവറുകളുടെ ഇത്തരം വാക്കുകളിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടൊരു ഉപദേശം മഹാനവറുകൾ അതിനോട് തുടർന്ന് പറയുകയും ചെയ്തു. ഫമൻ ഹഫിളഹാ ഹഫിള ദീനഹു. നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, നിസ്കാരത്തെ നിർവഹിക്കേണ്ട പോലെ നിർവഹിച്ച് അതിന്റെ സമയമൊക്കെ പാലിച്ച് അതിനോടൊരു സൂക്ഷ്മത പുലർത്തുന്നവൻ, തീർച്ചയായും അവൻ സൂക്ഷ്മത പുലർത്തുന്നത് അവന്റെ ദീനിനോടാണ്. നിസ്കാരം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ ദീനിനെ സൂക്ഷിക്കാൻ കഴിയൂ. നിസ്കാരമുണ്ടെങ്കിൽ ആ ദീനുള്ളൂ. നിസ്കാരം ആര് ഉപേക്ഷിക്കുന്നുവോ ഫഹുവ ലിമാ സിവാഹ അളിയാ. നിസ്കാരമല്ലാത്ത മറ്റേത് നന്മയും അവൻ ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവുമില്ല. നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു മടിയില്ലാത്തവൻ ഒരു നന്മയും ഉപേക്ഷിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ലാത്തവനാണ്. നിസ്കാരമില്ലെങ്കിൽ അവൻ ഒരു പക്ഷേ സക്കാത്ത് കൊടുക്കാൻ മടിക്കുന്നവനാകും, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവനാകും. നിസ്കാരമില്ലാത്തവനാണ് എങ്കിൽ നിസ്കാരം പോലെ തന്നെ അവന് നിർബന്ധമായ കാര്യമായിരിക്കും ഹജ്ജ്. പക്ഷെ അവൻ ഹജ്ജ് ചെയ്യാൻ മടിക്കുന്നവനാണ്. വലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. അള്ളാഹുവിന്റെ ദീനിൽ നിസ്കാരമില്ലാത്തവന് യാതൊരുവിധ വിഹിതവും ഇല്ല, ഒരു പരിഗണനയുമില്ല. വസ്സലാത്തു അവ്വലു ഫുറൂദിൽ ഇസ്ലാം. ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യം ഫർളാകുന്ന കാര്യം നിസ്കാരമാണെന്ന് മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് കേട്ടോളൂ. ഇസ്ലാം കാര്യത്തിൽ, അതായത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന പുണ്യകർമ്മം, സൽക്കർമ്മം, നിർബന്ധ കർമ്മം അത് നിസ്കാരമാണ്. വഹിയ ആഖിറു മാ യുഫ്ഖദു മിനദ്ദീനി. ഒരു മനുഷ്യ ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കേണ്ടതും നിസ്കാരമാണ്. ആദ്യം തുടങ്ങുന്നതും അവസാനം വരെ നിലനിൽക്കേണ്ടതും. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യവും അവസാനവുമായ നിസ്കാരം ഒരാളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടാൽ ഫഖദ് ദഹബ ജമീഉഹു. അവന്റെ ജീവിതത്തിന്റെ സർവ്വദീനും പോയി എന്ന് ചുരുക്കം. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാട്. കളി വിനോദങ്ങളിലും തമാശകളിലൊക്കെ ആയിട്ട്
നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ ആലോചിക്കണം. നമ്മൾ മഹ്ശറയിലെത്തുമ്പോൾ പടച്ചോനെ ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് നന്മ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന പ്രത്യാശ പ്രകടനം റബ്ബിന്റെ മുന്നിൽ നമ്മൾ കാഴ്ചവെക്കാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹ്ശറ ചെല്ലുമ്പോൾ പറയും, പടച്ചോനെ ഭൂമിയിലേക്ക് ഒരു പോക്കും കൂടി പോവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നന്മ ചെയ്യും ഈ നന്മ ചെയ്യും എന്നൊക്കെ ഓരോരുത്തർ വിളിച്ചു പറയും. ആ വിളിച്ചു പറയല് മഹ്ശറയില്. എന്നാൽ കേട്ടോളൂ, നിസ്കാരം കൊണ്ട് അലമ്പ് കാണിച്ച്, നിസ്കാരം നിർവഹിക്കാതെ അതിനോട് അലസത കാണിച്ച് ജീവിച്ച് മരിച്ചുപോയ ആള് ഖബറിന്ന് തുടങ്ങും. ഖബറിൽ വെച്ച് തന്നെ തുടങ്ങും, പടച്ചോനെ എനിക്ക് ഖബറിലെങ്ങാൻ വെച്ച് നിസ്കരിച്ച് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിസ്കരിച്ചോളല്ല, ഈ ഖബറിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ആലോചിക്കണം, ഏത് നന്മയും ചെയ്യാത്തതിന്റെ ഖേദം മഹ്ശറയിൽ വിചാരണയുടെ നേരത്ത് അനുഭവപ്പെടുകയും ഭൂമിയിലേക്ക് തിരിച്ചു പോവാൻ മഹ്ശറയിൽ വെച്ച് ആഗ്രഹിക്കുകയും അള്ളാഹുവോട് അത് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് ഭൂമിയിൽ അത് വേണ്ട പോലെ നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ചിന്തിച്ചു പോകും, പടച്ചോനെ എനിക്ക് ഖബറിൽ കിട്ടുന്ന ഈ സമയമെങ്കിലും ഭൂമിയിൽ നിസ്കരിച്ച് തീർക്കാത്തതൊക്കെ ഇവിടെ വെച്ച് അങ്ങോട്ട് നിസ്കരിച്ച് തീർക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം കേട്ടോളൂ. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ബിഖബർ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്തു കൂടി നടന്നുപോയി. ഫഖാല മൻ സ്വാഹിബു ഹാദൽ ഖബർ. ചോദിച്ചു, ഖബറിന്റെ സമീപത്തു കൂടി നടന്നുപോയപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഖബറിൽ ആരെയാണ് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഈ ഖബറിൽ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്നാലിന്ന ആളാണ്, ഫുലാൻ, ഇന്നാലിന്ന ആളെയാണ് ഈ ഖബറിൽ മറവ് ചെയ്യപ്പെട്ടത്. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. ഈ ദുനിയാവിൽ ഇനിയുള്ള കാലം മുഴുവനും ജീവിക്കാൻ, ഈ ദുനിയാവിൽ ഇനിയുള്ള കാലം ശേഷിക്കുന്ന സർവാനുഗ്രഹങ്ങളും കിട്ടാൻ ഇയാൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഇയാൾ ആഗ്രഹിക്കുന്നത് ഖബറിലൊന്ന് നിസ്കരിക്കാനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഖബറിൽ പടച്ചോനെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയ അള്ളാഹു നമ്മെ നിസ്കാരം ഒഴിവാക്കുന്ന സ്വഭാവത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ കിടക്കുന്ന ആള് നിസ്കാരമൊക്കെ ഉപേക്ഷിച്ച മനുഷ്യനാണ് അവൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഭൂമിയിലുള്ള സർവ്വ അനുഗ്രഹവും കിട്ടി ഇനി കുറെ കാലം ഭൂമിയിൽ ജീവിക്കല്ല, ഈ ഖബറിന്റെ അകത്താണെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കാൻ കിട്ടിയാൽ മതി. എന്നാൽ ഇതിന് വേറൊരു വശവും കൂടി കേട്ടോ. മഹാന്മാരായ പലരും ഭൂമിയിൽ നല്ലോണം നിസ്കരിച്ചിട്ട് കൊതി മാറാതെയും ഖബറിൽ ഒന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഭൂമിയിൽ നിസ്കരിക്കാൻ പറ്റാതെ നിസ്കാരത്തോട് അലംഭാവം കാണിച്ച് നിസ്കാരത്തിൽ ഉഴപ്പ് കാണിച്ചവർക്കും ഖബറിൽ നിസ്കരിക്കാൻ മോഹമുണ്ടാവും, അത് പേടിച്ചിട്ടാണ്. എന്നാൽ നിസ്കാരത്തിന്റെ ലഹരി ഭൂമിയിൽ നിന്ന് കിട്ടിയാൽ ആ ലഹരി, ആ സന്തോഷം അവർക്ക് മറക്കാൻ കഴിയുന്നില്ല, ഒഴിവാക്കാൻ പറ്റുന്നില്ല. അത് ഖബറിലെ സമയത്തും ഖബർ ജീവിതത്തിലും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും പല മഹാന്മാർക്കും അങ്ങനെ ഖബറിൽ നിസ്കരിക്കാനുള്ള സൗകര്യം അള്ളാഹു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 2 തലമുണ്ട് ഇതിന്. ഒരാൾ നിസ്കാരം പാടെ ഉപേക്ഷിച്ചപ്പോൾ അവന്റെ ഖേദപ്രകടനമായി അവൻ ചെയ്ത തെറ്റിന് പരിഹാര കർമ്മം എന്നോണം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ അങ്ങനെയല്ല, നിസ്കാരത്തോട് താല്പര്യവും സ്നേഹവും നിസ്കാരത്തോട് ആഗ്രഹവും നിസ്കാരത്തിന്റെ ഏകാന്തതയെ ഒരു ലഹരിയായി കണ്ട് ആ രീതിയിൽ നിസ്കാരം മനസ്സിനെ കീഴടക്കിയ ആള് ഖബറിലും ഒന്ന് നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി ദുആ ചെയ്യും, ഭൂമിയിൽ വെച്ച് ദുആ ചെയ്യും, പടച്ചോനെ എനിക്ക് ഖബറിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേന്ന്, എന്റെ ഖബറിൽ എനിക്ക് നിസ്കരിക്കണം. അങ്ങനെ ഖബറിൽ നിസ്കരിച്ച മഹാന്മാരുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ കണ്ടതാണ്. അല്ലാഹുവേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഈ അടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മഹാനെ കുറിച്ച്. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മഹാനാണ്. മഹാനവറുകൾ ഹദീസ് ലോകത്ത് വിശ്വസ്തനാണ്, സിഖ്താണ്. ബസ്രയിൽ ജീവിച്ച മഹാനാണ്. രാവും പകലും ഖുർആൻ ഓതി, നിരന്തരമായി ഖുർആൻ ഓതി, ദിവസവും ഖത്മുൽ ഖുർആൻ ഓരോന്നിങ്ങനെ ഓതി തീർക്കുന്ന മഹാനാണ്. മാത്രവുമല്ല, സ്വഹാബി പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ
സ്വഹാബത്തിൽ പണ്ഡിതനുമായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഹബീബിന്റെ 10 വർഷത്തെ ഖാദിമായ അനസ് റളിയല്ലാഹുവിന്റെ കൂടെ ഈ മഹാനായ സാബിത്തുൽ ബുന്നാനി 40 കൊല്ലം ഒരുമിച്ച് ജീവിച്ച മഹാനാണ്. ഹിജ്റയുടെ 127-ാമത്തെ വർഷം വഫാത്ത്, 86 വയസ്സ് ആ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. ആ മഹാനായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദനി സ്വലാത ഫീ ഖബ്രിഹി ഫഅഅ്തിനി അസ്സലാത ഫീ ഖബ്രി. പടച്ചോനെ, ഖബറിൽ നിസ്കരിക്കാൻ ഏതെങ്കിലും ആളുകൾക്ക് നീ ഭാഗ്യം കൊടുക്കുന്നുവെങ്കിൽ അല്ലാഹുവേ, ആ ഭാഗ്യം നീ എനിക്ക് തരണേ. എൻ്റെ ഖബറിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. ഖബറിൽ നിസ്കാരമുള്ള മഹാന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ. താബിഈങ്ങളിൽ പ്രമുഖനും സ്വഹാബികളുടെ ശിഷ്യനുമായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദുആ ഇങ്ങനെയായിരുന്നു. ചരിത്രത്തിൽ കാണാം, വയുഖാലു ഇന്ന ഹാദിഹി ദുആ ഇന്ന ഹാദിഹി ദഅവത സ്തുജീബത് ലഹു. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ദുആക്ക് ഇജാബത്ത് അല്ലാഹു നൽകുകയും ചെയ്തു. ഇനി കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം, അൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ബിൻ ജുബൈർ എന്ന മറ്റൊരു താബിആയ മഹാൻ പറയുന്നതായിട്ട്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വലിയ സൂക്ഷ്മതശാലിയാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു മഹാന്മാരായ വലിയ വലിയ സ്വഹാബികളിൽ നിന്നും ഇസ്ലാം പഠിച്ച അവരുടെ ശിഷ്യനാണ്, താബിആണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ എണ്ണുന്നോടത്ത് ആദ്യ നമ്പറുകളിൽ പെടുന്ന ആളും കൂടിയാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് നേരത്തെ പറഞ്ഞ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ ഉള്ളു കണ്ടിട്ടുണ്ട്, ആ മഹാനെ മറവ് ചെയ്ത ശേഷം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഖബറിന്റെ ഉൾഭാഗം നിർമ്മിച്ച ഇഷ്ടിക അടർന്നു ചാടിയപ്പോൾ ആ ഖബറിന്റെ അകത്തേക്ക് ഒരു ദ്വാരം വരികയും ആ ദ്വാരത്തിലൂടെ ഞാൻ നോക്കിയപ്പോൾ ആ ഖബറിന്റെ അകത്തെ മഹാനുഭാവൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ജീവിച്ചിരുന്നപ്പോ എന്താ ദ്വാരുന്നത്? പടച്ചോനെ, ഖബറിൽ നിസ്കരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേന്ന് നമുക്കും ചെയ്യാവുന്ന ഒരു ദ്വായാണിത്. ദ്വാ ചെയ്താൽ മാത്രം പോരാ, നിസ്കാരത്തോട് അത്രയും താല്പര്യം വേണം. നിസ്കാരം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ പറയാന്നല്ലാതെ ജീവിതത്തോട് എത്താ എന്നുള്ളത് അള്ളാഹു തരുന്നൊരു തൗഫീഖാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാഗ്യം തരട്ടെ. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ദ്വാരുന്നു, പടച്ചോനെ, എനിക്ക് ഈ നിസ്കാരം മരിച്ചാലും എനിക്ക് ഈ നിസ്കാരം വേണം, ഞാൻ ഇവിടം കൊണ്ട് ഉപേക്ഷിക്കല്ല, നീ ഇതെനിക്ക് നിലനിർത്തി തരണേ. ആ ദ്വാ അല്ലാഹു സ്വീകരിച്ചു. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഖബറിന്റെ അകത്തേക്ക് ഒരു ഇഷ്ടിക അടർന്നു പോയി ഒരു ദ്വാരം സംഭവിച്ചപ്പോൾ, ദ്വാരമുണ്ടായപ്പോൾ ആ ദ്വാരത്തിലൂടെ ഖബറിന്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ മഹാനായ സാബിത്തുൽ ബുന്നാനി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി കേട്ടോളൂ, റൂഹുൽ ബയാൻ തന്നെ പറയുന്നു, മഹാനവറുകളുടെ ഖബറിൽ നിന്നും മഹാന്മാരായ താബിഈങ്ങളും നാട്ടിലെ പ്രമുഖരുമൊക്കെ കേട്ടിരുന്നു. വകാനൂ യസ്മഊനൽ ഖുർആന കസീറൻ മിൻ ഖബ്രിഹി. മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞു, രാവും പകലും വ്യത്യാസമില്ലാതെ എപ്പോഴും ഖുർആൻ ഓതി ദിവസവും ഖത്ം ഓതുന്ന മഹാൻ. ഈ മഹാന്റെ ഖബറിൽ നിന്നും എപ്പോഴും ഖുർആൻ പാരായണം കേൾക്കാമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖബറിന്റെ അകത്ത് ഖുർആൻ പാരായണം, സൂറത്തുൽ മുൽക്കിന്റെ പാരായണം, തൗറാത്ത് മുൽക്കിന് സമാനമായ അധ്യായം അവതരിച്ചിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് തൗറാത്ത്. സൂറത്തുൽ മുൽക്ക് ഖുർആനിലുള്ള പോലെ തന്നെ തൗറാത്ത് അതിന് സമാനമായ ഈ മുൽക്കിന്റെ സ്ഥാനത്തുള്ള തൗറാത്തിലെ ഒരു മുൽക്ക് സൂറത്ത് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം സൂറത്തുൽ മാനിഅ എന്നൊക്കെ ആയിരുന്നു അതിന്റെ പേര്. സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, റൂഹുൽ ബയാനിലും മറ്റു തഫ്സീറുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ തൗറാത്തിൽ സൂറത്തുൽ മുൽക്കിന് സമാനമായ അധ്യായം ഉണ്ടായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പലരും ഇസ്രായേലി സമൂഹം ജീവിച്ചു പോയ ഭാഗങ്ങളിൽ യാത്ര നടത്തിയപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ അവർക്ക് താമസിക്കാൻ വേണ്ടി ടെന്റ് നിർമ്മിക്കുമ്പോൾ, പഴയ കാലത്ത് അവിടെ ഒരു ഖബർസ്ഥാനായിരുന്നു, പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അതൊക്കെ എന്താ പറയാ, ഭൂമി രൂപാന്തരം പ്രാപിച്ച ഖബറാണെന്നറിയാത്ത വിധം ഭൂമി പരന്നു കിടന്ന സന്ദർഭത്തിൽ പല സ്വഹാബികളും പല യാത്രകളിലും ടെന്റ് കെട്ടിയത് പഴയ കാലത്ത് ഖബറിന്റെ മുകളിലായി പോയിട്ടുണ്ട്. അവരറിഞ്ഞിട്ടില്ല. ചില സമയത്ത് രാത്രിയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ സൂറത്തുൽ മുൽക്ക് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ആയത്തുകൾ
ആ ഖബറിന്റെ അടിയിൽ നിന്നും സ്വഹാബികൾ പുറത്ത് കേൾക്കുമായിരുന്നു. ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, മറ്റ് പല മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സ്വഹാബികൾ സൂറത്തുൽ മുൽക്കിനോട് സമാനത തോന്നുന്ന ഈ വാക്കുകൾ ഓർത്ത് വെച്ചിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചപ്പോൾ റസൂലത പറഞ്ഞു, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആ കേട്ട ശബ്ദം ഖുർആൻ പാരായണം ഖബറിന്റെ അകത്ത് നടക്കുന്നു, ഖുർആൻ പാരായണം ഖബറിന്റെ അകത്ത് നടക്കുന്നു അല്ലെങ്കിൽ നടക്കുമെന്നതിന് തെളിവായി ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഹബീബ് പറഞ്ഞതായിട്ട് തൗറാത്തിന്റെ ചില വചനങ്ങളാണ് ആ ടെന്റ് കെട്ടിയോടത്ത് അടിഭാഗത്ത് ഉണ്ടായിരുന്ന പഴയകാല ഖബറിന്റെ അകത്തെ ഖബറാളി ഓതിയത്. അത് ഒരു തൗറാത്തിന്റെ ആളുകളായിരുന്നു. അല്ലാഹുവേ, നന്മ മുറിയല്ലേ അല്ലാഹ്, നന്മ മുറിയല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകുക അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകുക അല്ലാഹ്. തൗറാത്ത് വാഴ്ത്തിയ, തൗറാത്ത് പ്രകീർത്തിച്ച സൂറത്തുൽ മുൽക്കിന്റെ ഈ ഗുണങ്ങൾ നമ്മുടെ ഖബറിന്റെ അകത്ത് നമുക്ക് ഗുണമായിട്ട് വരണം. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. ഈ ചെറിയ അധ്യായം, വളരെ വളരെ ചെറിയ അധ്യായം, ഒരു 30 ആയത്ത് മാത്രമുള്ള ഈ അധ്യായം, 30 ആയത്തുകൾ, ഈ 30 ആയത്തുകൾ ഒരു മനുഷ്യന്റെ ഖബറിന്റെ ശിക്ഷയെ തടഞ്ഞു നിർത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ, അതായത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുടെ ഖബറിന്റെ അകത്തെ ശിക്ഷ അയാളുടെ കാലിന്റെ ഭാഗത്ത് കൂടി വരുമ്പോൾ കാല് അള്ളാഹുവിന്റെ മുന്നിൽ കാല് എണീറ്റ് നിന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ആ ശിക്ഷ വരുന്നിടത്ത് കാല് പ്രതിരോധിക്കും. പടച്ചോനെ, ഈ കാലിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടായി മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയത്, അതുകൊണ്ട് ഈ കാല് വഴി ശിക്ഷ കയറാൻ പറ്റൂല. അപ്പൊ അവന്റെ തലയുടെ ഭാഗത്ത് കൂടി വരും. അപ്പോൾ തല പറയും, പടച്ചോനെ, ഈ തലയുടെ ഒരു ഭാഗത്താണ് ഈ മനുഷ്യന്റെ വായ സ്ഥിതി ചെയ്യുന്നത്, ആ വായിലൂടെയാണ് ഇയാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തത്, അതുകൊണ്ട് ശിക്ഷ തലഭാഗത്ത് കൂടി വരാൻ പാടില്ല. അപ്പൊ അവന്റെ വലതുവശത്തും ഇടതുവശത്തും കൂടി വരാൻ നോക്കും. അപ്പോഴും പറയും, സൂറത്തുൽ മുൽക്ക് ഓതാൻ വേണ്ടി വലത്തെ കൈയും ഇടത്തെ കൈയും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചതാ. മുസാഫ് എടുക്കാൻ പോയത് സൂറത്തുൽ മുൽക്ക് ഓതാൻ വേണ്ടി മുസാഫ് എടുക്കാം. ഇതൊന്നും എന്റെ വക പറയല്ല. ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, മറ്റു മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തുന്നു. അപ്പൊ ശരീരത്തിന്റെ ബാഹ്യമായ ഒരു ഭാഗത്ത് കൂടിയും ശിക്ഷ വരാതെ വരുമ്പോൾ ശിക്ഷ ശരീരത്തിന്റെ ഉള്ളിലൂടെ കൊടുക്കാൻ നോക്കും. അപ്പോൾ ഹബീബ് പറയുന്നു, ആ മനുഷ്യന്റെ ഹൃദയം സംസാരിക്കാൻ തുടങ്ങും. അല്ലാഹുവേ, സൂറത്തുൽ മുൽക്ക് പതിവായി ഓതി മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് സൂറത്തുൽ മുൽക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഈ ശരീരത്തിന്റെ ഉള്ളിലൂടെയും ശിക്ഷ വരാൻ പാടില്ല അല്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നു, എന്റെ ഇഷ്ടമാ, എന്റെ മോഹമാ, എന്റെ സമുദായത്തിലെ ഓരോരുത്തരും സൂറത്തുൽ മുൽക്ക് അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, അവൻ ഓതി മനപ്പാടമാക്ക എന്നത് എന്റെ ആഗ്രഹമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹം നിറവേറ്റാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. ആരുടെ ആഗ്രഹം? ഹബീബിന്റെ ആഗ്രഹം. അല്ലാഹുവേ, നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാഥമിക തലങ്ങളിൽ പോലും, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 5ാം ക്ലാസ്സിലോ മറ്റോ കുട്ടികൾ സൂറത്തുൽ മുൽക്ക് മനപ്പാടമാക്കണം. അപ്പൊ ഈ രീതിയിലാണ് പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു മനുഷ്യൻ ഖബറിന്റെ അകത്ത് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. അതൊക്കെ മഹാന്മാരായ പൂർവീകർ ആഗ്രഹിച്ചിട്ടുണ്ട്. നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയൊക്കെ എന്താ എന്ന് ആലോചിക്കേ. ഞാൻ ഈ അടുത്ത ദിവസം നിസ്കാരം നിരുപാധികം ഉപേക്ഷിക്കുന്ന ചില പ്രമുഖരെ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ചില ഇടപഴക്കമുള്ള ഭാഗങ്ങളിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. വലിയ ഖേദം തോന്നിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ അവരെ ഉപദേശിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു മനുഷ്യനോട് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണത്. നിസ്കാരമില്ല എന്ന് ബോധ്യമായാൽ, നല്ല സൗഹാർദ്ദം അവരോട് ഉണ്ടെങ്കിൽ നല്ല വാക്കിന് പറയാം, നിസ്കരിക്കണം കേട്ടോ, നമ്മുടെ ബാധ്യതയാണത്. നിങ്ങൾക്കറിയുമോ, ഇപ്പൊ സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ വൃത്തിയില്ല എന്ന് വരുന്നോടത്താണല്ലോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. കൈകൾ പരസ്പരം ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കൊറോണയോ അതുപോലെയുള്ള വൈറസ് രോഗങ്ങളെയോ പേടിക്കുന്ന മനുഷ്യനോട് നമ്മൾ സ്പർശിച്ചാൽ, അയാൾ കോവിഡ് വന്ന ആളോ അല്ലെങ്കിൽ കോവിഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിലാണല്ലോ ഈ കോവിഡ് പശ്ചാത്തലത്തിലൊക്കെ ഒരു മനുഷ്യനെ സ്പർശിക്കുമ്പോൾ ആ സ്പർശിച്ച കൈ കൊണ്ടുപോയി സോപ്പിട്ട് കഴുകുക.
നിങ്ങൾ നോക്കിക്കോ, മഹാന്മാരായ അയിമ്മത്ത്, മഹാനായ ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ റഅയ്ത റജുല യതഹാവനു ഫി തക്ബീറത്തിൽ ഊലാ, ജമാഅത്തായി നിസ്കരിക്കാൻ അലംഭാവം കാണിക്കുന്ന ഒരു മടിയൻ, അവൻ നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ ജമാഅത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ എത്താൻ പറ്റിയിട്ടും അവൻ എത്തൂല. അവൻ ഒരു പ്രത്യേകമായ അലംഭാവം കാണിച്ച് അവൻ അതിനോട് അലസത കാണിച്ച് നിൽക്കുന്നു. അങ്ങനത്തെ ഒരു മടിയനെ നിങ്ങൾ കാണുകയോ അയാളോട് സ്പർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യ് അയാളെ സ്പർശിച്ചാൽ കൈ കഴുകണമെന്നാ. ആരെ? ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ അതിന്റെ ആദ്യ റക്അത്തിൽ ആദ്യ തക്ബീറിൽ എത്താൻ പറ്റുന്ന സന്ദർഭം ഉണ്ടായിട്ടും അത് ഒഴിവാക്കി നടക്കുന്ന ചില മടിയന്മാരുണ്ട്. അവരെ തൊട്ടാ കൈ കഴുകണമെന്നാ. അത്രത്തോളം വലിയ കാഴ്ചപ്പാടാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ മഹാന്മാരായ നമ്മുടെ സൂഫിയാക്കൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ലോണം നിസ്കരിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, നമുക്ക് സുബഹി നിസ്കാരത്തെ കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞെന്താ? സുബഹി നിസ്കാരത്തെ കുറിച്ച് വളരെ ചെറിയ ഒരു സമയം പോരെ ആ നിസ്കാരം നിർവഹിക്കാൻ. അതിനുവേണ്ടി ഉണർന്നു വരുന്ന മനുഷ്യന് നല്ലൊരു പുതിയ ജീവിതം. ഇതൊരു സന്തോഷകരമായ സമയമാണ്. രാവിലെ ഒരു ടെൻഷനില്ലാത്ത സമയമല്ലേ? ടെൻഷൻ ഇല്ലാത്തവർക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ ആളുകളുണ്ട്. കിട്ടുന്നിടത്തുനിന്ന് മുഴുവനും കടം വാങ്ങും. നമുക്ക് മലയാളീസ് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒക്കെ വെറുതെ കിട്ടണു, അല്ലെങ്കിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് 50% ഓഫർ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് കുതിച്ചു പോവാണ്. ഈ 50% ഓഫറുള്ള ആള് നിശ്ചയിക്കുന്ന വിലയിലാണ് 50% ഓഫറുള്ളൂ. അവൻ ഡബിൾ വില ഇട്ടിട്ട് 50% എന്ന് പറഞ്ഞാലും അതിനുള്ള വില തന്നെ കൊടുക്കേണ്ടി വരും. 50% ഓഫർ എന്ന് കേൾക്കുമ്പോൾ, കർക്കടക കിഴിവെന്ന് കേൾക്കുമ്പോൾ, ഓണത്തിന്റെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ ഒക്കെ കൂടിയിട്ടാണ് ഓടിച്ചിട്ടു. അവിടെ ചെന്നിട്ട് ചിന്തിക്കുന്നില്ല കേട്ടോ, ഈ 50 ഓഫർ ഉണ്ട്, ബാക്കി 50 കയ്യിൽ നിന്ന് കൊടുക്കണമെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഈ പ്രവർത്തനം കണ്ടാൽ തോന്നിപ്പോവും മുഴുവനും ഓഫറാണ്, ഒക്കെ ഫ്രീ ആണ് എന്നാലോചിച്ചോളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സുബഹി നിസ്കാരം എന്നുള്ളത് അള്ളാഹു തആല തരുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ സമയം സുബഹി. ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവൻ സന്തോഷിക്കാൻ തന്നെ തീരുമാനിക്കണം, ആഗ്രഹിക്കണം. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, പകല് മുഴുവൻ അഭിമാനക്കുറവും രാത്രി മുഴുവൻ ഉറക്കക്കുറവും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. പകല് മുഴുവൻ അഭിമാനത്തിൽ കുറവ് വരാ അവർ ജീവിക്കുമ്പോൾ, രാത്രി മുഴുവൻ ഉറക്കക്കുറവാ. അതാരാണത്? കടം വാങ്ങിയവൻ. പകല് മുഴുവൻ അവന് അഭിമാനത്തിന് വലിയ കുറവാ, നാണം കേടാ. അവിടെ പൈസ കൊടുത്തിട്ടില്ല, ഇവിടെ പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കണമല്ലോ, അഭിമാനക്കുറവ്. രാത്രി ആവുമ്പോൾ ഇതൊക്കെ ആലോചിച്ച് കിടന്ന ഉറക്കക്കുറവ്. സുബഹിക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് ഓർത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് ഇതുണ്ടാവും. മലയാളീസ് പൊതുവെ ഈ അടുത്ത ദിവസം ഒരു വാപ്പയുടെ കഥ മകൻ എന്നോട് പറഞ്ഞു. വാപ്പ നാട്ടിലെ മിക്കവാറും കുറികളും ചിട്ടികളും ഒക്കെ കൂടിയിട്ട് എല്ലാം മൂപ്പര് വിളിച്ചെടുത്തും അത് നെറുക്കെടുപ്പിലൂടെ സ്വീകരിച്ചും ഒക്കെ എല്ലാ ചിട്ടിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇതൊക്കെ കൂടിയിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. എല്ലാ ചിട്ടിയും മൂപ്പര് കൂടിയതാ. എന്നിട്ട് മൂപ്പര് നാട് വിട്ടു, ചെറിയ കുട്ടികളെ നാട്ടിലാക്കിയിട്ട്. എന്നിട്ട് അവരുടെ ഉമ്മ ജോലി ചെയ്ത് ആ കടങ്ങളൊക്കെ വീട്ടി. അപ്പൊ മനുഷ്യൻ കിട്ടാവുന്നിടത്തോളം മുഴുവനും സ്വീകരിച്ചിട്ട് മനുഷ്യൻ സമാധാനമില്ലാത്ത അവസ്ഥ, അതൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് തരം താന്നു പോകുന്നുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ആക്കുന്നത്. പരമാവധി ആശ്രയിക്കാതെ നോക്കിയാൽ അള്ളാഹു അതിന്റെ വഴി കാണിച്ചു തരും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ. മഹാനായ അഹമ്മദ് സമർഖന്ദിയെ പോലുള്ളവർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു കാര്യം ഇന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു സഹായം കിട്ടിയാലേ എന്റെ ഇന്ന കാര്യം നടക്കൂ എന്ന് ചിന്തിച്ചാൽ, ഒന്നുകൂടി പറയാം, ഇന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു സഹായം എനിക്ക് ഉണ്ടായാലാണ് എന്റെ ഇന്ന കാര്യം നടക്കൂ, എന്റെ ഒരു കാര്യം നടക്കണമെങ്കിൽ അയാളെ സഹായിക്കണം എന്നൊരാൾ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവന്റെ ആ നടന്നു കാണേണ്ട കാര്യത്തിൽ ദാരിദ്ര്യം കൊടുക്കും. ഒരു സഹായം കിട്ടിയാൽ അത് നടക്കൂ എന്ന അവസ്ഥ എത്തിക്കുമെന്ന് മഹാന്മാർ പറയാം. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്റെ ഇന്ന കാര്യം നടക്കണമെങ്കിൽ അള്ളാഹുവെ നീ സഹായിക്കാതെ പറ്റൂല, അള്ളാഹുവിലേക്ക് വിടാ, ദ്വാരക്ക. അപ്പൊ ആ കാര്യം അള്ളാഹു അവന്റെ സൃഷ്ടികളെ കൊണ്ട് നടത്തിത്തരും എന്ന് മഹാന്മാർ പഠിപ്പിക്കാം. അല്ലാതെ ഇന്ന ആളെനിക്ക് 50,000 തരാതെ എന്റെ 50,000ന്റെ കാര്യം നടക്കൂല എന്ന് നമ്മൾ അങ്ങോട്ട് സ്വയം വിശ്വസിക്കുകയാണ്. അങ്ങനെയല്ല. പടച്ചോനെ, എനിക്ക് 50,000 രൂപയുടെ ആവശ്യമുണ്ട്, അത് നീ നടത്തി തന്നില്ലെങ്കിൽ അത് നടക്കൂല. അപ്പൊ അള്ളാഹു തആല ഒരാളെ കാണിച്ചു തരും മുമ്പിൽ. ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം.
അള്ളാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കണം. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹുവോട് എല്ലാ സൃഷ്ടികളും രാവും പകലും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്നറിയുമോ? മഹാനായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ, അള്ളാഹുവോട് രാവും പകലും സർവ്വ സൃഷ്ടിചരാചരങ്ങളും ഇങ്ങനെ ചോദിക്കുന്നു. കാരണം ലിഅന്നഹും മുഫ്തഖിറൂന ഇലൈഹി, അള്ളാഹനെ എപ്പോഴും നമുക്ക് ആവശ്യമാ, എപ്പോഴും അള്ളാഹനെ നമുക്ക് വേണം. അള്ളാഹനെ ഒഴിവാക്കിയാൽ നമുക്ക് ജീവിതം ഇല്ല. എപ്പോഴും അള്ളാഹ് വേണം, അല്ലാതെ നമുക്കൊരു ജീവിതമില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കുന്ന മനുഷ്യൻ അള്ളാഹു അത് നിർവഹിച്ചു കൊടുക്കാണ്. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവാണ്. അല്ലാതെ കിട്ടുന്നതൊക്കെ വാങ്ങാൻ തന്നെ നെയ്യത്താക്കി നടന്നാൽ നമ്മുടെ സമാധാനം പോകും. ഒറ്റവാക്കിൽ പറയാം, സുബഹി നിസ്കാരത്തിന്റെ നേരം ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്, ഏറ്റവും ടെൻഷൻ കുറഞ്ഞ സമയമാണ്. ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സല്ല സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ഫലാ യതുലുബന്നകുമുല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈഇ. പടച്ചോൻ സുബഹി നിസ്കരിക്കുന്ന മനുഷ്യന് പ്രത്യേകമായ കാവൽ നൽകുകയാണ്. അള്ളാഹു അവന്റെ ഓശാരം ആ മനുഷ്യനിൽ വെക്കുകയാണ്. ഒരു വലിയ ബറക്കത്താണടോ സുബഹി നിസ്കരിക്ക എന്നത്. അള്ളാഹു തആല ബറക്കത്തെങ്ങാനും തരാതെ പോയാൽ, അതായത് സുബഹി നിസ്കരിക്കാൻ പറ്റാതെ ഒരാൾക്ക് ഒരവസ്ഥ വന്നു പോയാൽ ഉറപ്പായിട്ടും അള്ളാഹു അവനെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിസ്കാരം എല്ലാവരും നിസ്കരിക്കുന്നവരായിരിക്കും, പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണേ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകളുടെ നിരീക്ഷണം നിരന്തരമായും ഉള്ളത് 2 നിസ്കാരങ്ങളിലാണ്. 2 നിസ്കാരം, ഓരോ നിസ്കാരത്തിനും പ്രത്യേകതയുണ്ട്. മഗ്രിബും ഇശാഉം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ, പിറ്റേന്ന് സുബഹിക്കും ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ, മഗ്രിബ് ജമാഅത്തായി നിസ്കരിച്ചു, ഇശ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള സമയത്തിനെയാണല്ലോ രാത്രി എന്ന് പറയാ, അല്ലെ? ഏതിന്റെ ഇടയിൽ? മഗ്രിബ് മുതൽ അടുത്ത സുബഹി വരെയുള്ള സമയത്തെയാണല്ലോ രാത്രി എന്ന് പറയാം. അപ്പോൾ മഗ്രിബ് ജമാഅത്തായി നിസ്കരിച്ചു, മഗ്രിബ് ജമാഅത്തായി നിസ്കരിച്ചു. എന്താ കാര്യം? വാങ്ക് വിളിക്കലോടുകൂടെ രാത്രി തുടങ്ങി. വാങ്ക് വിളിയോടുകൂടെ രാത്രി തുടങ്ങി. രാത്രി തുടങ്ങിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? മഗ്രിബ് നിസ്കരിച്ചത്. വാങ്ക് വിളിച്ച ശേഷമാണ് മഗ്രിബ് നിസ്കരിക്കുക. വാങ്ക് വിളിക്കലോടുകൂടെ രാത്രി തുടങ്ങി. അപ്പോൾ നമ്മൾ ആ രാവിലെ ആദ്യം ജമാഅത്തായി മഗ്രിബ് നിസ്കരിച്ചു, പിന്നെ ഇശ നിസ്കരിച്ചു, സുബഹിയും ജമാഅത്തായി നിസ്കരിച്ച രാവിനെ യാത്രയാക്കി. ഈ മനുഷ്യനെ കുറിച്ച് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ആ രാത്രി മുഴുവൻ അവൻ ഹയാത്താക്കിയവനാ. +2 പഠിക്കുന്ന മകള് വീട്ടിലുണ്ടല്ലോ, മരുമകളുണ്ടല്ലോ, നമുക്ക് സമയമൊന്ന് ക്രമീകരിച്ചാൽ ഇശായും മഗ്രിബും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റൂലേ? ഉമ്മ വീട്ടിൽ പറ്റൂലേ? പറ്റണമല്ലോ. ഉപ്പമാരെ, ആൺമക്കളെ, നമ്മൾ പള്ളിയിലേക്ക് പോകണം. മഗ്രിബും ഇശായും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ രാവ് ഹയാത്താക്കിയ കൂലിയ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരത്തിന് വലിയ പരിഗണനയുണ്ട്. കേട്ടോളൂ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി. നമ്മുടെ അമലുമായി മുകളിലേക്ക് പോവാൻ മലക്കുകൾ വരും. നമ്മുടെ അമലുകൾ ശേഖരിച്ചു, അമലുകളുമായി മുകളിലേക്ക് ആകാശത്തേക്ക് അവർ ഉയരണം. ഇങ്ങനെ 2 ഡ്യൂട്ടിയാണ് മലക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഡ്യൂട്ടിക്കാരായ മലക്കുകൾ സുബഹിക്ക് വരും. അവര് വന്നിട്ടോ അവര് രാത്രിയുടെ അമലുകളൊക്കെ കൊണ്ടുപോകും. എന്നിട്ടോ അപ്പോൾ സുബഹിക്കുള്ള മലക്കുകൾ രാത്രിയുടെ അമലുകളുമായി പോകുമ്പോഴേക്കും അവർ പോകുന്നതിന്റെ തൊട്ടു മുന്നേ പകലിലെ അമലെടുക്കാനുള്ള മലക്കുകൾ സുബഹിക്ക് വരും. അവർ വന്നിട്ട് അവരുടെ ഡ്യൂട്ടി അസ്ർ വരെയാണ്. അസ്ർ കഴിഞ്ഞവര് ആ അമലുകളുമായി മുകളിലേക്ക് പോകുന്നതിന് മുന്നേ രാത്രിയിലേക്കുള്ള മലക്കുകൾ വരും, അസ്ർ നിസ്കാരത്തിൽ വരും. വന്നിട്ടോ അവർ അസ്ർ മുതൽക്ക് പിറ്റേന്ന് സുബഹി വരെ ഉള്ളത് അവരും കളക്ട് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം സുബഹിക്ക് അവർ പോണതിന് മുമ്പ് മറ്റു മലക്കുകൾ വരും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ 2 നിസ്കാരവും നമ്മൾ ബസ് സ്റ്റാൻഡ് പോലെ, ഒരു താവളം പോലെ, വിമാനത്താവളം പോലെ ഈ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരുന്നതും
പകലിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും സംഗമിക്കുന്ന നിസ്കാരം അത് സുബഹിയും അസ്റുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹിന്റെ മുന്നിലേക്ക് ഈ മലക്കുകൾ ചൊല്ലുമ്പോൾ, പടച്ചോനെ സുബഹിക്ക് ഞാൻ ഇന്ന് അവിടുന്ന് പോരുമ്പോൾ മൂപ്പര് ജമാഅത്തായി നിസ്കരിക്കാനുണ്ടായിരുന്നു, അള്ളാഹു അസ്റിന് ഞങ്ങൾ പോരുമ്പോഴും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ പറ്റി മലക്കുകൾ നിരീക്ഷിച്ചിട്ട് അവിടെ വിവരം പറയുമ്പോൾ നമ്മൾ സുബഹി അസ്റും ഡീസന്റ് ആയിരുന്നു എന്നുള്ള ഒരു വിവരം അവിടെ എത്തിയ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പരിഗണന നമുക്ക് കിട്ടും. അതായത് സുബഹിക്ക് അസ്റിന് മാത്രമെന്നല്ല പറഞ്ഞത്, സുബഹി അസ്റും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളൊരു ദൗത്യമായി ഏറ്റെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് സുബഹി നിസ്കാരത്തിൻ്റെയും അസ്ർ നിസ്കാരത്തിൻ്റെയും പ്രത്യേകത. ഇനി നോക്കിക്കോളൂ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, അശാഹിദും ഫുലാൻ, ഇന്ന ആള് സുബഹിക്ക് വന്നു കണ്ടില്ലല്ലോ, ആളിവിടെ ഉണ്ടോ? ഖാലൂല, അയാൾ വന്നിട്ടില്ല. അന്ന് സുബഹി കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി പിന്നെയും ചോദിച്ചു, അശാഹിദും ഫുലാൻ, ഇന്നാൽ ഇന്ന ആളും വന്നിട്ടുണ്ടോ, മറ്റേ ആള് വന്നിട്ടുണ്ടോ, ഇയാള് വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരുത്തര് ചോദിച്ചു. അപ്പോൾ ചിലരൊക്കെ വന്നിട്ടുണ്ട്, ചിലര് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വരാത്തത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കില്ല, വല്ല കച്ചവടത്തിനും പോയിട്ടുണ്ടാവും, നാട്ടിലില്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ സഹാബികൾ സുബഹി നിസ്കരിക്കാനിട്ടില്ല. എന്നാലും റസൂലുള്ളാഹി അന്വേഷിക്കുമായിരുന്നു. എന്നിട്ടോ പറയുമായിരുന്നു, സുബഹി നിസ്കാരവും അസ്ർ നിസ്കാരവും ഇന്ന ഹാതൈനി സ്വലാത്തൈനി അസ്ഖലുസ് സ്വലവാതി അലൽ മുനാഫിഖീൻ, ഒരു മുനാഫിഖായ മനുഷ്യന് ഏറ്റവും പ്രയാസം നിസ്കരിക്കാൻ, മുനാഫിഖാണോ അവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അസ്ർ നിസ്കരിക്കാനും സുബഹി നിസ്കരിക്കാനും ഒത്തിരി മടിയുണ്ടാവും. അപ്പം മലക്കുകൾ വരുമ്പോ അസ്റിനും സുബഹിക്കും മലക്കുകൾ സംഗമിക്കുന്നിടത്ത് നമ്മൾ നിസ്കാരത്തിലൊക്കെ വളരെ നീറ്റാണെന്ന് ബോധ്യായ അതിനർത്ഥം നമ്മൾ മുനാഫിഖല്ല എന്ന ഒരു രേഖ അള്ളാന്റെ മുന്നിൽ എത്തി എന്നാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന പ്രത്യേകത പുരുഷന്മാരെ, പള്ളിക്കകത്ത് ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും അവ്വൽ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുക എന്നതിൻ്റെ മഹത്വവും നിങ്ങൾ പരിഗണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ചാടി പോകുമായിരുന്നു, ധൃതിയിൽ ഓടുമായിരുന്നു, മുട്ടുകുത്തി എഴയുമായിരുന്നു. അതാണ് സുബഹി നിസ്കാരം, അതാണ് അസ്ർ നിസ്കാരം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, വഇന്ന സ്വലാത്ത റജുലി മഅ റജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹദഹു, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരാളെ ജമാഅത്താക്കി, അയാളെ മൗമൂമാക്കിയോ ഇമാമാക്കിയോ ഒരു ജമാഅത്തായി ഒരു ചെറിയ ജമാഅത്ത് നടക്കലാണ്. ഒരാളാണ് ജമാഅത്തിൽ പങ്കെടുക്കുന്നത്, അത് 2 പേരോ 3 പേരോ അംഗങ്ങളുടെ എണ്ണം കൂടി വലിയ ജമാഅത്തുകളായി നടക്കുന്ന നിസ്കാരങ്ങൾക്ക് പ്രതിഫലത്തിലും വ്യത്യാസമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വസ്വലാത്തുഹു മഅ റജുലൈനി അസ്കാ മിൻ സ്വലാത്തിഹി മഅ റജുലി വമാ കസുറ ഫഹുവ അഹബ്ബു ഇലല്ലാഹ്, ആള് കൂടുന്തോറും അല്ലാഹുവിന് അത് ഇഷ്ടമാണെന്ന് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്. ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന്റെ ഗുണങ്ങൾ കേട്ടോളൂ, നിസ്കാരത്തിന്റെ ഗുണങ്ങൾ. നമ്മളൊക്കെ പാപം ചെയ്തവരാ, നിസ്കാരമുണ്ടോ നമ്മുടെ പാപം പുറത്തുകൊണ്ടിരിക്കും, നിസ്കാരമുള്ളവന്റെ പാപങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഒരു ഹദീസ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശൈത്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. കുറെ മരങ്ങളുടെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് റസൂലുള്ളാഹി കണ്ടു. ഇലകൾ പൊഴിഞ്ഞു വീണിരിക്കുന്ന ആ മരത്തിലേക്ക് റസൂലുള്ളാഹി അടുത്തു, ആ മരത്തിന്റെ ശിഖരത്തിൽ പിടിച്ചു. ആ മരത്തിന്റെ ശിഖരത്തിൽ ഹബീബ് പിടിച്ചു. എന്നിട്ട് ആ ശിഖരത്തെ റസൂലുള്ളാഹി ഒന്ന് പതുക്കെ കുലുക്കി. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ അടർന്നു വീഴുന്ന കരിയിലകളും പഴുത്ത ഇലകളും ഹബീബ് കണ്ടപ്പോ ഈ സംഭവം കണ്ടു നിൽക്കുന്ന മഹാനായ അബൂദറിനെ വിളിച്ചു റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയെ വിളിച്ചു, അടുത്തേക്ക് നിർത്തി. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഹബീബെ അങ്ങ് എന്തിനാണാവോ വിളിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ ലയുസല്ലി സ്വലാത്ത, ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കാരത്തെ വളരെ ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട പോലെ നിർവഹിച്ച് അതിന്റെ എല്ലാ ഫർളുകളും സുന്നത്തുകളും വീഴ്ച വരാതെ പഠിച്ച്
കൃത്യം സമയം പാലിച്ച് തന്നെ അവൻ നേരത്തെ നിസ്കരിക്കുന്നു, അങ്ങനത്തെ ഒരു പ്രകൃതം അവനുണ്ട് എങ്കിൽ തീർച്ചയായും അവന്റെ പാപങ്ങൾ ഈ മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളെ പോലെ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, രഹസ്യമായി തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാകും, ഒന്നും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ അതിനുള്ള അവസരം നൽകുന്നുണ്ട്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് രഹസ്യമായി തെറ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ 45-ാമത്തെ ആയത്ത്. നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ കൃത്യമായി നിസ്കാരം നിർവഹിച്ചു പോരുന്ന പ്രകൃതമാണ് എങ്കിൽ ആ നിസ്കാരം ആ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിൽ സുജൂദ് എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മമുണ്ട്. ഈ സുജൂദിന്റെ സ്ഥാനം ഇങ്ങനെ ഭൂമിയിൽ വർദ്ധിപ്പിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അവയവങ്ങൾ വെക്കുന്നുണ്ടല്ലോ, അവയവങ്ങൾ വെക്കുന്ന ആ ഭാഗം, ഉദാഹരണം മുഖത്തെ ആ നെറ്റിയുടെ ഭാഗം, 2 കയ്യിന്റെ പള്ളഭാഗം സുജൂദ് ചെയ്യാൻ പടച്ചോന്റെ പൊരുത്തം മുൻനിർത്തിയിട്ട് ഒരു മനുഷ്യൻ ആ രീതിയിലാണ് സുജൂദ് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്നതെങ്കിൽ, അതായത് നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോവൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. റബീഅ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് നിസ്കരിക്കാനുള്ള വെള്ളവുമായി തഹജ്ജുദിന്റെ സമയം വരെ കാത്തു നിന്നു. ഓരോ നിമിഷവും സന്തോഷം കൂടിക്കൂടി വരാ. ഇപ്പൊ ഹബീബ് വാതിൽ തുറക്കും, ഹബീബ് ഇപ്പൊ തന്നെ വാതിൽ തുറക്കും എന്ന പ്രതീക്ഷ ഇങ്ങനെ മനസ്സിന് ആവേശം കൂട്ടിക്കൂട്ടി. അല്ലാതെ കാത്തു നിന്ന് മുഷിഞ്ഞ ആളല്ല റബീഅ റളിയല്ലാഹു അൻഹു. റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണാനുള്ള സമയം വൈകുന്തോറും ആവേശം കൂടി തഹജ്ജുദിന് എഴുന്നേറ്റ് വരുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഉളൂ എടുക്കാനുള്ള വെള്ളവുമായി രാത്രി മുതൽ കാത്തു നിൽക്കുന്ന മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സൽനി റബീഅ, നീ എന്നോട് ചോദിക്ക് റബീഅ. എടുത്ത വഴിയിൽ റബീഅ ചോദിച്ചു, നബിയെ എനിക്ക് വേണ്ടത് മുറാഫഖത്തക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അത് എനിക്ക് വേണം നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, അവ ഗൈറ ദാലിക, അതല്ലാത്ത മറ്റേതെങ്കിലും. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അതല്ലാത്ത മറ്റൊന്നും എനിക്ക് വേണ്ട, അത് തന്നെ മതി. അപ്പൊ റസൂലുള്ളാഹി കൊടുത്തൊരു ഉപദേശമുണ്ട്, നീ എന്നെ സഹായിക്കണേ ബികഥറത്തി സുജൂദ്, കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഫർദിന്റെ കൂടെ തന്നെ കൂട്ടാ, പരമാവധി നിസ്കരിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ നിസ്കരിച്ച നിനക്ക് എൻ്റെ കൂടെ സ്വർഗമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.